ഇത്രയും ദിവസമായിട്ട് ഓർത്തോ നമ്മളെ? ഭയങ്കര കൊതുകായുടെ കേട്ടോ. പാവൻ രാജു. സത്യം എനിക്ക് പാട്ട് പാടുന്നവരെ ഭയങ്കര ഇഷ്ടമാണ് സത്യമായിട്ടും. എനിക്ക് പാടാനൊന്നും അറിയത്തില്ല. എൻ്റെ ഈ സൗണ്ട് വെച്ചിട്ട് വളരെ മോശം. കുറേ ദിവസം അതാ ഞാൻ പറഞ്ഞ എന്നെ ഓർത്തോന്നാ ഞാൻ ചോദിച്ചു. ഇത്രയും ദിവസമായെന്ന് എന്നെ കണ്ടിട്ട് ഓർത്തോ എന്നെ? ആ വന്നല്ലോ നമ്മുടെ ഹിറ്റ്ലർ. ഞാൻ വിചാരിച്ചു ഞാൻ ആദ്യം ലൈവ് ഇടുമ്പോൾ വരുന്ന ആകാശിയാ, ഇന്ന് ലാസ്റ്റിലായി പോയോന്ന്. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ഇപ്പൊ എന്നെ മോൻ കണ്ടേ? ഒത്തിരി ദിവസമായില്ലേ എന്നെ കണ്ടിട്ട്? ഇപ്പൊ കണ്ടല്ലോ. വിസിറ്റ് എനിക്കറിയാം. ആണോ? എനിക്കറിയാം, ഡെയിലി കമന്റ് ഇടുന്നുണ്ട്, എല്ലാം എനിക്കറിയാം. കൊള്ളാം, നിങ്ങളല്ലേ രാജേഷ് ഏട്ടനും ഹിറ്റ്ലർ ബ്രോയും ഡെയിലി വരുന്നതാണ്. അതെനിക്കറിയത്തില്ലയോ? എന്തായിരുന്നു പറഞ്ഞേ? സെക്കൻഡറാബാദ്. അതെ അതെ, നമ്മൾ സെക്കൻഡറാബാദിൽ സഫിൽഗുഡ എന്ന് പറയാം കേട്ടോ. സഫിൽഗുഡ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ പോക്കറ്റ് 1 എന്ന് പറയും. നമ്മുടെ ക്യാൻഡ് ഏരിയ, നമ്മുടെ പിന്നെ ക്യാൻഡ് ഏരിയയിലാണ്. ക്യാൻഡ് ഏരിയയിലകത്താണ്. കറണ്ട് ഇല്ല, ഫോണ് ചാർജ് ഇല്ല. അയ്യോ, മഴയാണോ അവിടെ? ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ. ഇവിടെ കാറ്റാണ്, അതുകൊണ്ട് ഉള്ള റേഞ്ച് കൂടെ പോവാ. രാജേഷ് ബ്രോ ഒന്നും പറയണ്ട, ഹിറ്റ്ലർ ബ്രോ ഒന്നും പറയണ്ട. ഉള്ള റേഞ്ച് കൂടെ പോവാണ്. ഒന്നാമതേ റേഞ്ച് ഇല്ല, അതിൻ്റെ കൂടെ കഷ്ടകാലം പിടിച്ച് ഉള്ള റേഞ്ച് കൂടെ പോവും. പിന്നെന്താണ്? ഭയങ്കര കൊതുകിൻ്റെ ശല്യമാണ് ഇവിടെ, ഒന്നും പറയണ്ട. ഭയങ്കര കൊതുകെന്ന് വെച്ചാലും പോരാ, ഭയങ്കര കൊതുക്. അയ്യോ, അത് കൊള്ളാം. ഞാൻ വിചാരിച്ചു മഴ കുറഞ്ഞത്. നാട്ടിൽ പോയപ്പോൾ എന്തൊരു ഇതായിരുന്നു, മഴയോട് മഴ. ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്കൊരു സ്ഥലത്ത് പോകാൻ പറ്റത്തില്ല. ഭയങ്കര മഴ, ഇഷ്ടമേ അല്ല ഇങ്ങനെ അങ്ങ് മഴ. മഴയുടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴ കാരണം. വിശാലു, നീ ഇങ്ങനെ ഓരോ പേര്, നീ എവിടെ ആയിരുന്നു വിശാലെ? വരാട്ടോ. ഓക്കെ ഓക്കെ ഹിറ്റ്ലർ ബ്രോ, പോയിട്ട് വാട്ടോ. പോയിട്ട് വരൂ. അത് എനിക്ക് അറിയത്തില്ല കേട്ടോ. സെക്കൻഡറാബാദിൽ ആ സ്ഥലം എനിക്ക് അറിഞ്ഞുകൂടാ. രംഗറെഡ്ഡി വിസിറ്റ് അത് അറിഞ്ഞുകൂടാ. നമ്മളിവിടെ കണ്ടുപിടിച്ച് പിന്നെ നിന്നെ ഞാൻ മറക്കുമോ വിശാലു? നിന്നെ ഞാൻ മറക്കുമോ? എല്ലാവരും എനിക്ക് ലൈക്ക് കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെന്തായിരുന്നു? പിന്നെ എന്താ പറയാൻ വന്നേ? രതീഷ് ചേട്ടാ, നമ്മളിവിടെ വന്നിട്ടേ ഇപ്പോൾ 1.5 മാസം കഴിഞ്ഞതേ ഉള്ളൂ. 2 മാസം ആയതേ ഉള്ളൂ കേട്ടോ. ഈ സ്ഥലത്ത് വന്നിട്ട് 2 മാസം ആയതേ ഉള്ളൂ. അതിന് മുമ്പ് നമ്മൾ ഇവിടെ ചണ്ഡീഗഡിലായിരുന്നു. പോസ്റ്റിംഗ് വരുമ്പോൾ നമ്മൾ സ്ഥലം മാറി പോവല്ലോ, അതാ. പിന്നെ അപ്പം ഇനി ഇവിടെ തന്നെയാണ്. ഇവിടുന്ന് പുള്ളി റിട്ടയർഡ് ആവും. അതാ. ഓർക്കാറുണ്ടോ? എനിക്കറിയാം ഓർക്കാറുണ്ടെന്ന്. എന്നെ മറക്കത്തില്ലെന്ന് എനിക്കറിയാം. അതൊക്കെ പോട്ടെ. ഈ സെയിം കളറിൽ ഷർട്ട് എടുത്തായിരുന്നോ രാജേഷ് ചേട്ടാ? സെയിം കളറിൽ ഷർട്ട് എടുത്തായിരുന്നോ? വേറെ ലൈറ്റ് കളർ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? എടുത്തായിരുന്നോ? നന്നായിട്ട് ചെയ്യുന്ന കളറാണ്, ഞാൻ പറഞ്ഞില്ലേ? ആശുപത്രിയിൽ എത്തിയോ? ആൽബിൻ ആശുപത്രിയിൽ എത്തിയോ? ഓക്കെ ആൽബിൻ. ഇക്ബാൽ കെ ഹായ് ഇക്ബാൽ കെ, എന്ത് പറയുന്നു സുഹൃത്തെ? പുതിയ ആണല്ലേ ഇക്ബാൽ കെ? ചാനലിലേക്ക് സ്വാഗതം കേട്ടോ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ടുഡേ കണ്ട പാപ്പി, എനിക്കറിയാം നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ വന്നത്. ഭയങ്കര ജോലിയാണ്. നമ്മൾ അവിടെ നിന്ന് വന്ന് എൻ്റെ രാജേഷേട്ടൻ ഒന്നും പറയണ്ട, ഫുള്ള് അലമ്പായിട്ട് കിടക്കുമായിരുന്നു. പൊടിയും കാര്യങ്ങളും ഭയങ്കരമായിട്ട് ബോറായിട്ട് കിടക്കുമായിരുന്നു. അതെല്ലാം ചെറുതെ വൃത്തിയാക്കി ഓരോ ഭാഗം ഇങ്ങനെ ക്ലീൻ ചെയ്ത് വരും. പിന്നെ നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ അവസ്ഥയൊക്കെ അറിയാമല്ലോ, ഭയങ്കര പഴയ ക്വാർട്ടറാണ്. എല്ലാം അവസ്ഥയൊക്കെ പരിതാപകരമാണ്. പിന്നെ എല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് വരിക. അതെ രതീഷേട്ട, അതെ കേട്ടോ, ആർമിയിലാണ്. എടുത്ത് ഇതിനെക്കാട്ടി ലൈറ്റ് കളറല്ലേ എടുത്ത് രാജേഷേട്ടൻ? സൂപ്പർ. അപ്പോൾ അതാ പറയുക, നമ്മളിത് വൃത്തിയാക്കി വരുമ്പോഴത്തേക്ക് ഫുള്ളങ്ങ് ഇതാ. അത് കാരണം നമുക്കങ്ങ് നാട്ടിൽ പോകാനേ തോന്നും. വൃത്തിയാക്കലൊരു വല്ലാത്ത പ്രശ്നം തന്നെ. പിന്നെ പിള്ളേരെ രാവിലെ സ്കൂളിൽ വിടണ്ടേ, സ്കൂൾ തുടങ്ങി. പിന്നെ ലൈവ് ഒന്നും മുടക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ചുമ്മാതെ മ്യൂട്ടായിട്ട് അങ്ങ് ലൈവ് ചെയ്യും. എന്തോ ചെയ്യാനാ, വീഡിയോ ഒന്നും ഇടുന്നില്ലല്ലോ. നെറ്റിൻ്റെ ഇഷ്യൂ ആണ്. ഇനിയിപ്പോൾ വൈഫൈ എടുത്തേ പറ്റൂ, വൈഫൈ എടുക്കണം. അതെ ഓക്കെ സൂപ്പർ രാജേഷ് ചേട്ടാ. പിന്നെ എന്താണ് രാജേഷ് ചേട്ടാ പരിപാടി? വിശാലു പോയോ? എന്തു പറയുന്നു? കമൻ്റ് ഒക്കെ ഇടൂ. കാണുന്നില്ലല്ലോ, എന്ത് പറ്റി? ആരുടെ കമൻ്റ് വന്നോ? ഭയങ്കര കൂട്ടുന്നു. പിന്നെന്താണ് വേറെ എല്ലാവരും എന്തു പറയുന്നു? ആൽബിനെ വിഷമിക്കാതെ ആൽബിൻ, എന്ത്